നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CPM-മായി സമന്വയപ്പെട്ട ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. മൂന്നാറിൽ LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്ന രാജേന്ദ്രൻ. എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ലെന്ന M. മണി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയും പ്രവർത്തനം തുടങ്ങിയതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. ചിന്നക്കനാലിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയില്ല. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢലക്ഷ്യമെന്ന ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി വനം വകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് സിംഗുകണ്ടം BL റാം മേഖലകളിൽ. നാടിന് അഭിമാനമായ അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലം ഉദ്ഘാടനത്തിന്റെ സംഘാടനത്തിൽ നാട്ടുകാർക്ക് അതൃപ്തി. നാടിന്റെ ആഘോഷമായി മാറുമായിരുന്ന പുതിയ പാലത്തിന്റെ ഉദ്ഘാടന വിവരം നാട്ടുകാർ അറിഞ്ഞത് ഒരു ദിവസം മാത്രം മുൻപ്. SHGകളുടെ പേരിൽ കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യമർപ്പിച്ച ഫ്ലെക്സ് വെച്ച് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. CPM-മായി സമന്വയപ്പെട്ട ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. മൂന്നാറിൽ LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മുൻപിൽ. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. അത് ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ല. മുൻപ് ചർച്ച ചെയ്തിട്ടില്ലെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. അതേസമയം എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ലെന്നും അച്ചടക്ക നടപടിയിൽ വിധേയനായി നിൽക്കുകയായിരുന്നുവെന്നും M. മണി പറഞ്ഞു. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ BJP-യിലേക്ക് പോകുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് LDF യോഗത്തിൽ പങ്കെടുത്തത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് രാജേന്ദ്രൻ തിരികെ എത്തിയതെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് സമയത്ത് CPM എന്നല്ല മുന്നണിയാണ് ഉള്ളതെന്നും ജോയ്സിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നും രാജേന്ദ്രൻ പ്രതികരിച്ചു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്നും രാജേന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ മുന്നണിക്കകത്ത് വേറെ വേറെ പാർട്ടികളില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ LDF എന്നുള്ള ഒറ്റ പാർട്ടി ഒറ്റക്കെട്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലവിലുള്ളതും ഉണ്ടാകും. അത് അതേപടി നിൽക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഒറ്റ പാർട്ടിയാണ്. ഇപ്പോൾ CPM-ഓ CPI-യോ അങ്ങനെയൊക്കെ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളെല്ലാം കൂട്ടി കേരള കോൺഗ്രസ് ആ രൂപത്തിലേക്കില്ല. ജനതാദൾ എല്ലാ പാർട്ടിയുണ്ട്. എല്ലാ പാർട്ടിയുടെ ലീഡർമാരും കൂട്ടി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ പാർട്ടിയാണ് ഇനി പ്രവർത്തിക്കുക. അതിനകത്ത് എല്ലാ പാർട്ടികളും മുന്നണിയിലാണ്. അത് പാർട്ടിക്കകത്ത് ചില്ലറ പ്രശ്നങ്ങളൊക്കെ എല്ലാ വലിയ പ്രശ്നങ്ങളൊക്കെ കാണും. അതവിടെ നിൽക്കും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് അതാണ് അതിന്റെ ഒരു പ്രാധാന്യം. തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ടുണ്ടാവും പറ്റുന്നിടത്തോളം. മണിയാശാൻ അല്പം മുമ്പ് പറഞ്ഞത് രാജേന്ദ്രൻ പോയിട്ടില്ല, രാജേന്ദ്രൻ പാർട്ടി തന്നെയായി തുടരുന്ന ആളാണ്. രാജേന്ദ്രൻ പോയി എന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണെന്നാണ്. അല്ലെങ്കിൽ ഞാൻ പോയില്ലല്ലോ. പോയിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് പാർട്ടിയുമായിട്ടുള്ള ഒരു അകൽച്ച. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണം പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ പാർട്ടിക്ക് സമയം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം കണക്കിലാക്കി അത് നമ്മൾ മനസ്സിലാക്കണം. സമയങ്ങൾ ഉണ്ടായിരുന്നു, പാർട്ടി അത് ഉപയോഗിച്ചില്ല എന്നും എനിക്കുണ്ട്. പക്ഷെ എങ്കിലും അത് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു അവസരമല്ല, അങ്ങനെ ഒരു കാര്യമല്ല. അതേസമയം രാജേന്ദ്രൻ പാർട്ടി വിട്ട് പോയിട്ടില്ലെന്നാണ് M. മണിയുടെ പ്രതികരണം. പോയെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. അദ്ദേഹം ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെയാണ്. അന്ന് അച്ചടക്ക നടപടി എടുത്തു. അച്ചടക്ക നടപടിയൊന്നും അദ്ദേഹം എതിർത്തിട്ടില്ല. അതിന് വിധേയമായിരുന്നു. അദ്ദേഹം നടപടി വീണ്ടും നമ്മുടെ പാർട്ടിയിൽ തന്നെയാണ്. അദ്ദേഹം പോയിട്ട് തിരിച്ചു വന്നെന്നൊക്കെ പറഞ്ഞിട്ടല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലാണ് ഈയിടെ ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ചയും നടത്തിയിട്ടുണ്ട്.
നേതാക്കന്മാരെ എല്ലാം പറഞ്ഞ അവസാനം പിന്നെ അതെല്ലാം തീർന്നു, ആളുകൾക്കും പ്രശ്നമില്ല. അതുകൊണ്ട് എവിടെയോ പോയി എന്നിട്ട് തിരിച്ചു വന്നോ ചോദിക്കുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും പോയില്ല. മറക്കാനും പൊറുക്കാനും പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും രാജേന്ദ്രനുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശി പറഞ്ഞു. ദൈനംദിന പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഗൗരവമേറിയ ഒരാക്ഷേപമോ ഇതൊന്നും രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ രാജേന്ദ്രനെ പറ്റി ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. ആ സ്ഥിതിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നും പ്രശ്നമില്ല. അതെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞപ്പം എനിക്ക് രാജേന്ദ്രനൊക്കെ അത് ബാധകമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. ഒരു ഘട്ടത്തിൽ രാജേന്ദ്രൻ പറഞ്ഞിരുന്നു ഒന്നിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പാർട്ടിക്കകത്തിൽ മൗലികമായ വിഷയങ്ങളൊന്നുമില്ല. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് മിഷീനല്ലല്ലോ, മനുഷ്യനല്ലേ പ്രവർത്തിക്കുന്നത്. പോരാഴികയൊക്കെ ഉണ്ടാവും, അതുണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. 2012 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്ത് രാജിയുടെ പ്രചരണത്തിൽ വീഴ്ച ഉണ്ടായി എന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നായിരുന്നു രാജേന്ദ്രനെതിരെ നടപടിയുണ്ടായത്. വീഴ്ച ഉണ്ടെന്നത് ആരോപണം മാത്രമാണെന്ന് കാണിച്ച് രാജേന്ദ്രൻ കത്ത് നൽകിയെങ്കിലും നടപടി പിൻവലിച്ചിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രൻ സജീവമാകുന്നത് ദേവികുളം മണ്ഡലത്തിൽ കരുത്താകുമെന്നാണ് ഇടതു പ്രതീക്ഷ. അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചില്ലെന്ന് തന്നെയാണ് രാജേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യമായ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുമായി വാഹന പരിശോധനാ സമയത്ത് പൊതുജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. 50,000 രൂപയിൽ കൂടുതൽ പണം കൈവശം കൊണ്ടു നടക്കുന്നവർ മതിയായ രേഖകൾ കരുതേണ്ടതാണ്. ആഭരണങ്ങൾ, സമ്മാനങ്ങൾ, മറ്റ് സാമഗ്രികൾ എന്നിവ കൈവശം വെച്ചിരിക്കുന്നവരും യാത്രാവേളയിൽ രേഖകൾ കരുതണം. സ്ഥാനാർത്ഥികളാകുന്നവർ പ്രത്യേക അക്കൗണ്ട് സൂക്ഷിക്കേണ്ടതിനാൽ പുതിയ അക്കൗണ്ട് തുറക്കുന്നതിനായി എത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് അതിനുള്ള സൗകര്യം എല്ലാ ബാങ്കുകളും ഏർപ്പെടുത്തണം. പ്രചാരണത്തിനായി സാമഗ്രികൾ പ്രിന്റ് ചെയ്യുന്നതിന് ഏൽപ്പിക്കുന്ന വ്യക്തികളുടെ ഫോട്ടോ പതിപ്പിച്ച ഡിക്ലറേഷൻ ഫോം വാങ്ങേണ്ടതും അതിന്റെ ഒരു പകർപ്പ് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർക്ക് ലഭ്യമാക്കേണ്ടതുമാണ്. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മുദ്രണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളിൽ പ്രിന്റർ, പബ്ലിഷർ, കോപ്പികളുടെ എണ്ണം എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. പ്രചാരണ സാമഗ്രികൾ അച്ചടിക്കുന്ന പ്രിന്റിംഗ് പ്രസ്സുകൾ ആ വിവരവും ഓഡിറ്റോറിയങ്ങളുടെയും കൺവെൻഷൻ സെന്ററുകളുടെയും ഉടമസ്ഥർ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് തങ്ങളുടെ സ്ഥാപനം ബുക്ക് ചെയ്യുന്ന വിവരവും എത്രയും വേഗം ജില്ലാ കളക്ടറെ അറിയിക്കേണ്ടതുമാണ്. ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന കേന്ദ്രവും അഴിമതിയും ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ ഭരണവും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി IDA ഗ്രൗണ്ടിലാണ് ഇടുക്കി പാർലമെന്റ് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അപവാദ പ്രചരണങ്ങളും ധൂർത്തും അക്രമ രാഷ്ട്രീയവുമായി കേരള സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്രം ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണെന്ന് VD സതീശൻ ആരോപിച്ചു. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഞങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കിയ നേട്ടങ്ങൾ എന്താണ് എന്ന് പറയാൻ കഴിയും? അവരതല്ല പറയുന്നത്. അവരാദ്യം പ്രാണപ്രതിഷ്ഠ നടത്തി ഒരു രാഷ്ട്രീയ രാമനെ ഉണ്ടാക്കാൻ നോക്കി. ഇന്ത്യയിലെ ജനങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ അയോധ്യയിലെ രാമനല്ല, അത് നിങ്ങൾ പ്രതിഷ്ഠിച്ച രാഷ്ട്രീയ രാമനാണ്. മതവും രാഷ്ട്രീയവും നിങ്ങൾ കൂടിക്കലർത്തണ്ട. ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ അവർ പൗരത്വ നിയമചട്ടവുമായി തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഇറങ്ങി വീണ്ടും ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷനായിരുന്നു.
കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ പി ജെ ജോസഫ്, DCC പ്രസിഡന്റ് CP മാത്യു, മുസ്ലിം ലീഗ് നേതാക്കളായ KMA ഷുക്കൂർ, TA സലീം, പ്രൊഫസർ MJ ജേക്കബ്, മാത്യു കുഴൽനാടൻ MLA, മറ്റ് നേതാക്കളായ EM അഗസ്തി, സേനാപതി വേണു, MN ഗോപി, അഡ്വക്കേറ്റ് S അശോകൻ, ഇന്ദു സുധാകരൻ, AK മണി തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. LDF കാഞ്ചിയാർ മേഖലാ സമ്മേളനം നടന്നു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പ്രചരണാർത്ഥം മേഖലാ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് LDF കാഞ്ചിയാർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. മേഖലയിലെ LDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗമാണ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രചരണ ആയുധമാക്കേണ്ടതെന്ന് യോഗം ചർച്ച ചെയ്തു. മതേതരത്വ സങ്കല്പത്തെ തകർത്തുകൊണ്ട് മതം രാഷ്ട്രീയത്തിനും രാഷ്ട്രീയം മതത്തിനും ഇടകലർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയാണ് BJP എന്നും ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു പറഞ്ഞു. ശരിയായ മതേതരത്വ സങ്കല്പത്തെ തകിടം മറിച്ചുകൊണ്ട് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയാണ് BJP. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത തന്ത്രമാണ്. അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ഇത്തരത്തിൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു. അതിനെപ്പോലും മറികടന്നുകൊണ്ട് അതിനെപ്പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനം BJP ഇവിടെ തുടങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധി MV കുര്യൻ അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ VR സജി, VR ശശി, മാത്യു ജോർജ്, ജോസ് ഞായർകുളം, VV ജോസ്, PJ സത്യപാലൻ, സാലി ജോളി, ബിജു ഐക്കര തുടങ്ങിയവർ സംസാരിച്ചു. LDFിലെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ചിന്നക്കനാടിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനി ഇല്ല. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢലക്ഷ്യമെന്നാണ് ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി സിംഗകണ്ഠം BL റാം മേഖലകളിലാണ് വനംവകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 301 കോളനി നിവാസികളായ ചിലർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതായാണ് വനംവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വിശാലമായ പ്രദേശത്തെ വനംവകുപ്പ് ഒഴിവാക്കുകയാണെന്നും കാട്ടാനശല്യം രൂക്ഷമാകുന്നതോടെ നിലവിൽ കോളനിയിൽ താമസിക്കുന്നവരും ഇവിടം വിട്ടുപോകുമെന്നുമാണ് വനംവകുപ്പിന്റെ വിലയിരുത്തലെന്നാണ് ആക്ഷേപം. അപ്പൊ അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ നിലവിലിപ്പോ ഫെൻസിംഗ് എന്ന് പറയുന്നവർ 5 വീട്ടുകാർ 10 വീട്ടുകാർക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാൽ അവർ തന്നെ നോക്കി അങ്ങനെ ഒരു മൊത്തമായിട്ട് ഇടണമെങ്കിൽ 16 കിലോമീറ്റർ ഏതാണ്ട് വരുന്നുണ്ട് ഫെൻസിങ്. അപ്പൊ മെയിൻ്റനൻസ് വരുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 5 വീട്ടുക്ക് 6 വീട് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അവർ തന്നെ മെയിൻ്റനൻസ് എല്ലാം നോക്കും. അപ്പൊ അങ്ങനെ എല്ലാ ആവശ്യവും ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ ഒരു ഗതികേടാണോ എന്താ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. 301 കുടുംബങ്ങൾക്ക് പതിച്ചു നൽകിയ കോളനിയിൽ നിലവിൽ 26 കുടുംബങ്ങൾ മാത്രമാണ് അധിവസിക്കുന്നത്. വീടുകൾക്ക് ചുറ്റുമെങ്കിലും ഫെൻസിംഗ് ഒരുക്കണമെന്നാണ് കുടിനിവാസികളുടെ ആവശ്യം. പരിഹാരം ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വന്നെങ്കിൽ ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഫെൻസിങ് വേണം. കാരണം ഞങ്ങൾ ഫോറസ്റ്റോട് പലതവണ അപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് നടക്കാത്തൊരു കാര്യമാണ്. കാരണം അവർ പറയുന്ന റീസൺ വെച്ചാൽ ഞങ്ങൾക്ക് 301 ഏരിയ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാർ കുറവും ഏരിയ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് ഫുള്ള് വേണ്ട, വീടിന് ചുറ്റും സുരക്ഷയ്ക്കായിട്ട് മാത്രം ഞങ്ങൾക്കൊന്ന് സോളാർ വേലി ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമായിരിക്കും ഇവിടെ ഉള്ളവർക്ക്. അരിക്കൊമ്പനെ കാടുകടത്താൻ തീരുമാനമെടുത്ത യോഗത്തിൽ തന്നെ മതികെട്ടാനിൽ നിന്നുള്ള കാട്ടാനശല്യം തടയുന്നതിനായി സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നിലവിൽ പന്നിയാറിൽ റേഷൻ കടയും സ്കൂളും അടക്കം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് ഫെൻസിംഗ് ഉള്ളത്. സിംഗകണ്ഠം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലായി 18 കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ ഫെൻസിംഗ് ഉടൻ സ്ഥാപിക്കുമെന്നാണ് വനംവകുപ്പിന്റെ ഉറപ്പ്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നാണ് 301 കോളനി ഒഴിവാക്കപ്പെട്ടത്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. മാട്ടുപ്പെട്ടിയിൽ വഴിയോര കച്ചവട സ്ഥാപനം പൊളിച്ചു. മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിന് സമീപമാണ് പടയപ്പയുടെ ആക്രമണമുണ്ടായത്. 6 മണിയോടെയാണ് കാട്ടുകൊമ്പൻ മേഖലയിൽ എത്തിയത്. നാടിന് അഭിമാനമായ അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലം ഉദ്ഘാടനത്തിന്റെ സംഘാടനത്തിൽ നാട്ടുകാർക്ക് അതൃപ്തി. നാടിന്റെ ആഘോഷമായി മാറുമായിരുന്ന പുതിയ പാലത്തിന്റെ ഉദ്ഘാടന വിവരം നാട്ടുകാർ അറിഞ്ഞത് ഒരു ദിവസം മാത്രം മുൻപാണ്.
SHGകളുടെ പേരിൽ കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് വെച്ചാണ് നാട്ടുകാർ ഉദ്ഘാടനത്തോട് പ്രതികരിച്ചത്. വർഷങ്ങളോളം കടത്തുവള്ളത്തിൽ പെരിയാർ മുറിച്ചുകിടന്ന നാട്ടുകാരുടെ സംഘബോധമാണ് ശാന്തിപാലത്ത് 1984 ജനകീയ പാലമുണ്ടാകാൻ കാരണം. മ്ലാമല ഇടവക വികാരി ഫാദർ മാത്യു ചെറുതാനിക്കലിന്റെ നേതൃത്വത്തിലാണ് അന്ന് നാട്ടുകാർ പാലം പണിതത്. 2018 മഹാപ്രളയത്തിൽ പാലം ഒലിച്ചുപോയി. നാട്ടുകാർ വീണ്ടും പാലം പണിതു. എന്നാൽ 2019 പ്രളയത്തിൽ പാലം വീണ്ടും ഒലിച്ചുപോയി. തുടർന്നാണ് മ്ലാമല സ്കൂളിലെ ജോമിയ തോമസ്, PA അനുമോൾ, ഡിയോൺ ചാക്കോ, VA വാണിദാസ്, അക്സാന മെഹ്റിൻ എന്നീ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയത്. മ്ലാമല സ്കൂൾ മാനേജ്മെന്റിന്റെയും പിന്തുണയോടെയാണ് കുട്ടികൾ കത്തെഴുതിയത്. തുടർന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പാലം പണിയാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇത്രയെല്ലാം പ്രവർത്തനം നടത്തിയ ഇടവക വികാരി, കത്തെഴുതിയ കുട്ടികൾ, പ്രധാനപ്പെട്ട നാട്ടുകാർ എന്നിവരെ ഉദ്ഘാടനത്തിന് സഹകരിപ്പിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാലം ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളിലെ കുട്ടികളും സ്കൂൾ മാനേജ്മെന്റും എല്ലാവരും ചേർന്ന് ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് പരാതി കൊടുത്തിട്ടാണ് ഈ പാലം അനുവദിച്ച് കിട്ടിയത്. അതിനു മുമ്പ് ഈ സ്ഥലം MLA-യോടും ഗവൺമെൻറ് അധികാരികളോടും എല്ലാം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും 2018 19 പ്രളയം നടന്നിട്ട് ഈ പാലം ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴും ആവശ്യപ്പെട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെയാണ് ഈ പിള്ളേർ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റി വഴി ഹൈക്കോടതിക്ക് പരാതി കൊടുക്കുന്നത്. അങ്ങനെ അനുവദിച്ച് കിട്ടിയ പാലം എന്നിട്ടും പലതവണ പല തരത്തിലുള്ള തടസ്സങ്ങൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും വീണ്ടും പിള്ളേർ കോടതിയിൽ പോവുകയും ഇത്ര വർഷങ്ങൾക്കുള്ളിൽ, ഇത്ര മാസങ്ങൾക്കുള്ളിൽ ഈ പണി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി വീണ്ടും ഒരു വിധി പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് ഈ പാലം യാഥാർത്ഥ്യമായത്. ഒരു ആഘോഷമായിട്ട്, ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവമായിട്ട്, ആഘോഷമായിട്ട് മാറേണ്ട ഉദ്ഘാടന ചടങ്ങ് ഈ പരാതി അയച്ച പിള്ളേരെയോ സ്കൂളുകാരെയോ ഈ നാട്ടുകാരെയോ ആദ്യം കാര്യമായിട്ടൊന്നും ക്ഷണിക്കാതെ ആ പിള്ളേരോടൊന്ന് പറയുക പോലും ചെയ്യാതെയാണ് ഒരു ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഉണ്ട്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി ശാന്തിപാലത്ത് പുതിയ പാലം പണിയുന്നതിന് കാരണക്കാരായ മ്ലാമല ഫാത്തിമ മാതാ സ്കൂളിലെ 5 കുട്ടികളെ ക്ഷണിക്കാനോ വേദിയിലിരുത്തി അനുമോദിക്കാനോ സംഘാടകർ തയ്യാറാകാത്തതിൽ കടുത്ത അതൃപ്തിയുള്ളതായും നാട്ടുകാർ പറയുന്നു. പാലം ബേസിക്കലി വന്നത് സ്കൂളിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു പാലം കിട്ടിയത്. 2 തവണ പ്രളയം വന്നപ്പോഴും ഈ പാലം പോയി. നാട്ടുകാർ തന്നെയാണ് ഈ പാലം ശരിയാക്കിയത്. പിന്നെ ഈ പാലം 3ാമതൊരു തവണ ശരിയാക്കാനുള്ളൊരു അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ഇത് ചെയ്തു തരേണ്ടത് ശരിക്കും ഗവൺമെൻറ്റാണ്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിനെ സമീപിച്ചു. പല സ്ഥലങ്ങളിലും നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തു. ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നെ നമ്മൾ ചെയ്തത് നമ്മൾ ഹൈക്കോടതിയിൽ നമ്മൾ ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ ബേസിസിൽ അദാലത്ത് നടത്തി. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് പാലം പണി തരണമെന്ന് ജഡ്ജി പറഞ്ഞത്. പിന്നെയും പാലം പണിയാൻ കുറേ തടസ്സങ്ങളുണ്ടായി. മഴ വന്നു, അതിൻ്റെ ഇടയിലൊക്കെ നിന്നുപോയി. പിന്നെ ഇപ്പോഴാണ് പാലം പണിതത്. ഞാൻ 2020 പാസ് ഔട്ട് ആയിരുന്നത്. അന്നേരമായിരുന്നു അദാലത്ത് വന്നതും ഈ 18 മാസത്തിൽ ഈ പാലം പണി തരണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ 2024 ഇപ്പോഴാണ് നമ്മൾ പാലം ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത്. പാലം ഉദ്ഘാടനത്തിന് കാരണക്കാരായ സ്കൂളിലെ അന്നത്തെ മാനേജർ എന്നിട്ടുള്ള അച്ഛനെയും പിന്നെ അന്നത്തെ പ്രിൻസിപ്പളിനെയും അതിന് കാരണക്കാരായ സ്റ്റുഡൻസിനെ ആരും വിളിച്ചില്ല. പിന്നെ ഇന്നലൊരു ഏകദേശം ഒരു പാർട്ടി പരിപാടി പോലെ ആയിരുന്നു. SHGകളുടെ പേരിൽ കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യം അർപ്പിച്ച ഫ്ലെക്സ് വെച്ചാണ് നാട്ടുകാർ ഉദ്ഘാടനത്തോട് പ്രതികരിച്ചത്. ഉപ്പുതറ 10 ഏക്കർ പണ്ടാരം പാലത്തിന് സമീപം വൻ കാട്ടുതീപിടുത്തം. പൂട്ടിപ്പോയ തേയിലത്തോട്ടത്തിലാണ് അഗ്നിബാധയുണ്ടായത്. മേഖലയിലെ പാലം പൊളിഞ്ഞുകിടക്കുന്നത് മൂലം ഫയർഫോഴ്സ് വാഹനത്തിന് ഇവിടേക്ക് എത്താൻ സാധിക്കാഞ്ഞത് തിരിച്ചടിയായി. പൂട്ടിപ്പോയ പീരുമേട് തേയില ഫാക്ടറിയുടെ കാട് കയറി കിടക്കുന്ന തേയിലക്കാടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഈ തേയിലക്കാടിനുള്ളിലാണ് കാട്ടുതീ അതിവേഗം പടർന്നു പിടിച്ചത്. വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വൻ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതനുസരിച്ച് സ്റ്റേഷൻ ഓഫീസർ T. യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ പണ്ടാരം പാലം തകർന്നു കിടന്നത് ഫയർഫോഴ്സ് വാഹനത്തിന് സ്ഥലത്തേക്കെത്താൻ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇതോടെ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ തീ കെടുത്തിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചു പറഞ്ഞാൽ തീ കത്തുന്ന പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞു. ഫയർഫോഴ്സിനെയും വിളിച്ചു പറഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സ് വന്നപ്പം അവർക്ക് ഈ പാലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങോട്ട് വരാൻ പറ്റത്തില്ല അവസ്ഥ നിൽക്കുക. പക്ഷെ ഞങ്ങൾ കുഞ്ഞു പിള്ളേരായിട്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് പാലം നന്നാക്കി തരാനായിട്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി തരാൻ പറയണം. പിന്നെ കുഞ്ഞു പിള്ളേരും കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തീ കയറി വന്നിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് ലൈൻ ഓഫ് ചെയ്യിപ്പിച്ച് ഇപ്പോഴാണ് ഓണാക്കിച്ചത്.
നാളുകളായി അധികൃതരുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പാലമാണ് പണ്ടാരംപടി പാലം. ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷാപ്രവർത്തനം സാധ്യമാകില്ല എന്നതിന് ഉദാഹരണമാണ് തീപിടുത്തമെന്നും പ്രദേശവാസികൾ പറയുന്നു. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസമായിട്ട് പിന്നെ പാർട്ടിക്കാരോട് നേതാക്കന്മാരോട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ട് ഇന്നാട്ടെ നാളെയാട്ടെ പണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരു വയ്യാതെ വന്നാൽ പോലും ഈ പാലമില്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ പസ്പാരയിൽ നിന്ന് വന്ന് കയറി ഇത്തിരി മരുന്ന് കഴിച്ച് ഇത്തിരി കഞ്ഞും കുടിച്ച് മരുന്നും കുടിച്ചിട്ട് കൊച്ചു ചേർക്കണം ഉറക്കമായിരുന്നു. പള്ളിയിൽ പോയിട്ട് വന്നാൽ വീലാ പെണ്ണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ഉറക്കത്തിലായിരുന്നു. കൊച്ചിനും മരിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഫയർഫോഴ്സ് വന്നിട്ട് ഇങ്ങോട്ട് വണ്ടി വരാൻ പറ്റാതെ അതുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 10-12 സാറുമാർ ഇതിനു വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് ഇതിന് ഞങ്ങൾക്ക് ഒരു തീരുമാനം സർക്കാർ ഉണ്ടാക്കി തരണം. തേയിലക്കാടുകളിൽ പടർന്ന തീ സമീപത്തെ കൃഷിയിടങ്ങളിലെ മരങ്ങളിലേക്കും പടർന്നു. ഇതോടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന തീപിടിച്ച വലിയ മരങ്ങൾ ഉൾപ്പെടെ പിഴുതുമാറ്റി ഏറെ കഷ്ടപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത്. മേഖലയിൽ നിരവധിയായ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാലമടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ മോശമായി കിടക്കുന്നതിനാൽ ഭീതിയോടെയാണ് മേഖലയിലെ ആളുകൾ കഴിയുന്നത്. ഉപ്പുതറ 1-ാം വാർഡിൽ ഉൾപ്പെട്ട കൂവലേറ്റം എടക്കാനം റോഡിന് ശാപമോക്ഷം. വാഗമണിലേക്കടക്കം എളുപ്പമാർഗത്തിൽ ചെല്ലാവുന്ന പാത നാളുകളായി ശോചനീയാവസ്ഥയിലായിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ 22 ലക്ഷവും ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പാത നവീകരിച്ചത്. ഉപ്പുതറ 1-ാം വാർഡിലൂടെ കടന്നുപോകുന്ന പാതയാണ് കുവലേറ്റം എടക്കാനം റോഡ്. ഉപ്പുതറ ഏലപ്പാറ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എളുപ്പമാർഗത്തിൽ കടന്നു ചെല്ലാവുന്നതുമായ പാതയാണിത്. എന്നാൽ വർഷങ്ങളായി പാത ദുഷ്കരമായി കിടക്കുകയായിരുന്നു. പാതയിൽ ടാറിംഗ് ഇളകി മാറി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമായി. ഈ സാഹചര്യത്തിലാണ് മെയിന്റനൻസ് ഗ്രാന്റ് ഫണ്ടിൽ 2023-24 സാമ്പത്തിക വർഷ പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷ പദ്ധതിയിൽ 16 ലക്ഷവും 23-24 സാമ്പത്തിക വർഷ പദ്ധതിയിൽ 6 ലക്ഷം രൂപയും അനുവദിച്ചത്. സമയബന്ധിതമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിൽ യാത്രാ ദുരിതം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രദേശമായിരുന്നു ഉപ്പുതറ ഏലപ്പാറ പഞ്ചായത്തുകളെ ബന്ധിക്കുന്ന കൂവലേറ്റം എടക്കാനം റോഡ്. 2023-24 സാമ്പത്തിക വർഷത്തെ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ 6 ലക്ഷം രൂപയും 22-23 സാമ്പത്തിക വർഷം 16 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൻ്റെ 23-24 സാമ്പത്തിക വർഷത്തെ 10 ലക്ഷം രൂപ, അങ്ങനെ ടോട്ടലായിട്ട് 32 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന മേഖലകളിൽ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുക. ഇത് പൂർത്തീകരിക്കുന്നതിലൂടെ വാഗമൺ മുതലായ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ഏതാണ്ട് 40ഓളം കുടുംബങ്ങൾ ഈ റോഡിൻ്റെ പരിസരങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. അവർക്കെല്ലാം യാത്ര ചെയ്യുന്നതിനും മറ്റ് മേഖലകളിലേക്ക് വാഹനം മുതലായ ടൂറിസ്റ്റ് മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നതെല്ലാം എളുപ്പമാണ് ഈ റോഡ്. അപ്പോൾ 32 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഉപ്പുതറ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. പാത ഗതാഗത യോഗ്യമായതോടെ മേഖലയിലെ 40ഓളം കുടുംബങ്ങൾ അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരമായി. ഒപ്പം വാഗമണിലേക്ക് ഉപ്പുതറ വളകോട് വഴി വരുന്ന വിനോദസഞ്ചാരികൾക്ക് കുവലേറ്റത്തു നിന്ന് എളുപ്പമാർഗത്തിൽ വാഗമൺ എത്താനും ഇനി സാധിക്കും. എന്നാൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ ഭാഗങ്ങൾ കൂടി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്. SNDP കട്ടപ്പന നോർത്ത് ശാഖായോഗത്തിന്റെ 21ാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം 4564 നമ്പർ കട്ടപ്പന നോർത്ത് ശാഖായോഗത്തിന്റെ 21ാമത് വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ച യോഗം SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ തന്നെ ഗുരുദർശനങ്ങൾ സ്വീകരിക്കാം എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് തന്നെ ഗുരുവിനെ ഈ സമൂഹം നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരന്തരീക്ഷത്തെ സംജാതമാക്കിക്കൊണ്ട് ഇവിടെ വർഗീയപരമായ ഒരു വേർതിരിവില്ലാതെ മതേതരത്വ സ്വഭാവത്തിൽ ഇന്ത്യ എന്നീ മഹാരാജ്യം മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിൽ ഗുരുവിൻ്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഉണ്ട് എന്ന്
ഇന്ന് രാജ്യവും സംസ്ഥാനവും ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഉൾപ്പെടെ നിരവധി തവണ പറയുകയും നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. പരിപാടിയുടെ ഭാഗമായി SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PR മുരളീധരൻ കലാ കായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ കുട്ടികളെ അനുമോദിച്ചു. ശ്രീ 2023 വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ശാഖായോഗം സെക്രട്ടറി PK മനോജ് പതാലിൽ അവതരിപ്പിച്ചു. ശാഖായോഗം പ്രസിഡന്റ് PK ജോഷി, PK രാജൻ, രാജീവ് കുളത്തുങ്കൽ, അജേഷ് ദിയാസ്, നിഷ ബൈജു, അരുൺ രാജു തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ ചന്ദ്രൻ സിറ്റി സ്വജൽധാര കുടിവെള്ള സമിതിയുടെ 17ാം വാർഷികവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. 2006 100 ഗുണഭോക്താക്കളിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതി വിവിധ മുന്നേറ്റങ്ങൾ കൈവരിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം ആരംഭിച്ച കുടിവെള്ള പദ്ധതിയിൽ പിന്നീട് മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സഹായത്തോടെ വിപുലീകരിച്ചു. പിന്നീട് 173ഓളം കണക്ഷനുകൾ നൽകാൻ സാധിച്ചു. 17 വർഷമായി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സുജൽധാര കുടിവെള്ള പദ്ധതിയുടെ വാർഷികാഘോഷം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ജീവന്റെ ആധാരം എന്ന് പറയുന്നത് കുടിവെള്ളം തന്നെയാണ്. ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ജലം, അത് ഓരോ ഭവനങ്ങളിലും എത്തിക്കുകയും അതിൻ്റെ കൃത്യനിർവഹണത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ 17 വർഷവും ഈ നിറഞ്ഞ സദസ്സിൽ നമുക്ക് ഇതിൻ്റെ 17ാമത് വാർഷികം ആഘോഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനു മുമ്പിൽ ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് ആളുകളുടെ ശ്രദ്ധയുമെല്ലാം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നമുക്ക് ചേരാൻ സാധിക്കും. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം PV റോയി, കാഞ്ചിയാർ SCB പ്രസിഡന്റ് KC ബിജു, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ NR സച്ചിൻ, സമിതി രക്ഷാധികാരി റോയ് ജോൺ, NR ശശിധരൻ, സിന്ധു മനോജ്, KP ബാബു എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ചിന്നക്കനാലിലെ പുതിയ അരിക്കൊമ്പനാകാൻ തുനിഞ്ഞ ചക്കക്കൊമ്പൻ. റേഷൻ കടയ്ക്ക് പിന്നാലെ വീടിന് നേരെയും ആക്രമണം നടത്തിയത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അരിയും ഭക്ഷ്യവസ്തുക്കളും തേടി അരിക്കൊമ്പനെ പോലെ ചക്കക്കൊമ്പനും ആക്രമണം തുടങ്ങിയാൽ ജനജീവിതം ദുസ്സഹമാകും. അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ നേരിയ ആശ്വാസത്തിലായിരുന്നു ചിന്നക്കനാലുകാർ. മൊട്ടവാലനും ചക്കക്കൊമ്പനും കാട്ടാനക്കൂട്ടവുമൊക്കെ ജനവാസ മേഖലയിൽ ഇറങ്ങുമെങ്കിലും വീടുകൾക്ക് നേരെയും സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ചക്കക്കൊമ്പൻ കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. പന്നിയാറിലെ റേഷൻ കട ആക്രമിച്ച് അരി ഭക്ഷിച്ചു. ഇതിന് പിന്നാലെ 301 വീടും ഇടിച്ചു പൊളിച്ചു. ഇപ്പം ഈ അരിക്കൊമ്പൻ പോയി പിടിച്ചോണ്ട് പോയി കുറച്ചാൽ ഞങ്ങൾക്ക് നല്ല സമാധാനമായിരുന്നു. കാരണം ആനകൾ വന്നാലും വലിയ ശല്യമൊന്നുമില്ല, എവിടെ മാറി എന്ന് അങ്ങനെ പൊയ്ക്കോളുന്നു. പക്ഷെ ഇപ്പം ഈ ചക്കക്കൊമ്പൻ വന്ന് വീട് ഇടിക്കാൻ തുടങ്ങിയ ശേഷം ഇനിയിപ്പോൾ ആളുകളുള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളിലും ആന ഇടിക്കും. അപ്പം ആൾക്കാർക്ക് ഇപ്പം എന്തായാലും ജീവഹാനിയോ എന്തെങ്കിലുമൊക്കെ നഷ്ടം ഇവിടെ എപ്പോഴും ഞാൻ കൊണ്ടായിക്കൊണ്ടേയിരിക്കും ഇവിടെ. കാരണം തിന്ന് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന നിൽക്കുകയല്ലോ, എല്ലാ വീടുകളിലും തന്നെ വന്ന് ഇടിക്കാൻ ശ്രമിക്കും. അരിക്കൊമ്പന്റെ ആക്രമണത്തിന് സ്ഥിരം ഇരയായിരുന്നു പന്നിയാറിലെ റേഷൻ കട. പൂർണ്ണമായും തകർന്ന കട പിന്നീട് പുനർനിർമ്മിച്ച് സോളാർ ഫെൻസിംഗും സ്ഥാപിച്ചാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഫെൻസിംഗും തകർത്താണ് കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ കട ആക്രമിച്ചത്. തീർച്ചയായും കാരണം നമ്മൾ ഈ അരിക്കൊമ്പൻ ഇവിടെ പോയതോടുകൂടി അല്പം ആശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം 5-8 മാസമായുള്ളൂ നമ്മളിങ്ങോട്ട് മാറിയിട്ട്. ഈ കെട്ടിടം നവീകരിക്കപ്പെട്ടു, വനം വകുപ്പാണെങ്കിൽ നമ്മൾ നല്ലൊരു ഫെൻസിങ് വെച്ച് തന്നു. അപ്പോൾ ഫെൻസിങ് എല്ലാം ഉള്ള ഷുവർട്ടിയിലാണ് നമ്മൾ അല്പം റിലാക്സ് ആയി നിന്നത്. അതിനിടയ്ക്കാണ് നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാവിലെ ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞ ആന ഇവിടെ എത്തുകയും പുറത്തു നിന്ന ഒരു കൊടി മരം പിഴുതെടുത്ത് ഈ ഫെൻസിങ് തകർത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി ഇത്രയും ആക്രമണങ്ങൾ കാണിച്ചിട്ട് പോയേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ശീലമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും നമുക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മാനസിക നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിക്ക് ഇവിടെ വെച്ച് റേഷൻ നടത്തി പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തനയാണ് നമ്മളിപ്പോൾ ഉള്ളത്.
വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാത്തതിനാലാണ് കാട്ടാനകൾ വീടുകളും കടകളും ആക്രമിക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അരിക്കൊമ്പൻ പതിവായി ജനവാസ മേഖലയിൽ ഇറങ്ങി വീടുകൾക്കും കടകൾക്കും നാശം വരുത്തി അരിയും പലചരക്ക് സാധനങ്ങളും അകത്താക്കിയിരുന്നു. ചക്കക്കൊമ്പനും സമാന രീതിയിൽ ഇറങ്ങി തുടങ്ങിയാൽ വീടുകളിൽ കിടന്നുറങ്ങാൻ പോലും ആകാത്ത സാഹചര്യം മേഖലയിൽ വീണ്ടും ഉണ്ടാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPM-മായി സമന്വയപ്പെട്ട ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രൻ. മൂന്നാറിൽ LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തു. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്ന രാജേന്ദ്രൻ. എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോയിട്ടില്ലെന്ന M. മണി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനുമായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ, ഫ്ലൈയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, വീഡിയോ സർവൈലൻസ് ടീം എന്നിവയും പ്രവർത്തനം തുടങ്ങിയതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. ചിന്നക്കനാലിലെ വനം വകുപ്പിന്റെ ഫെൻസിംഗ് പദ്ധതിയിൽ 301 കോളനിയില്ല. കാട്ടാന ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശത്തെ ഒഴിവാക്കിയതിൽ ഗൂഢലക്ഷ്യമെന്ന ആക്ഷേപം. 301 കോളനി ഒഴിവാക്കി വനം വകുപ്പ് പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് സിംഗുകണ്ടം BL റാം മേഖലകളിൽ. നാടിന് അഭിമാനമായ അയ്യപ്പൻകോവിൽ ശാന്തിപ്പാലം ഉദ്ഘാടനത്തിന്റെ സംഘാടനത്തിൽ നാട്ടുകാർക്ക് അതൃപ്തി. നാടിന്റെ ആഘോഷമായി മാറുമായിരുന്ന പുതിയ പാലത്തിന്റെ ഉദ്ഘാടന വിവരം നാട്ടുകാർ അറിഞ്ഞത് ഒരു ദിവസം മാത്രം മുൻപ്. SHGകളുടെ പേരിൽ കുട്ടികൾക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ലീഗൽ സർവീസ് അതോറിറ്റിക്കും മാത്രം അഭിവാദ്യമർപ്പിച്ച് ഫ്ലെക്സ് വെച്ച് നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.